എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭരണഘടന തകർത്ത അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണ്. ഈ ദിവസം ഈ അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന, അതിനെതിരായ പോരാട്ടങ്ങളുടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം, കുരുക്ഷേത്ര പബ്ലിക്കേഷൻ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുവനന്തപുരത്ത് വൈകുന്നേരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വാടകയ്ക്കെടുത്ത് അവിടെ പ്രോഗ്രാം നിശ്ചയിച്ചിരുന്നു. ആദരണീയ ഗവർണർ ആയിരുന്നു അത് പ്രകാശനത്തിന് ഏറ്റിരുന്നത്. ആ പരിപാടി തുടങ്ങുന്നതിന് അല്പം മുൻപ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട്, രജിസ്ട്രാർ വന്നിട്ട് ഈ പരിപാടി നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അതിന് കാരണം ഭാരതമാതാവിൻ്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ തകരാറ് എന്ന് ചോദിച്ചപ്പോൾ, മതപരമായ ബിംബങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊന്നും യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിലോ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിലോ നടത്താൻ പാടില്ല എന്നാണ് അതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞു. ഭാരതമാതാവ് എങ്ങനെയാണ് മതബിംബമായി മാറുന്നത് എന്നുള്ളത് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. രജിസ്ട്രാർക്ക് എവിടുന്ന് കിട്ടിയ വിവരമാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം മതചിഹ്നമാവുന്നത് എങ്ങനെയാണ്? ഇതേ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് ഖുറാൻ സെമിനാർ ഔദ്യോഗികമായി യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തിയിട്ടുണ്ട്. അത് മതപരമായ കാര്യമല്ലേ? അങ്ങനെ ഉള്ള കാര്യങ്ങൾ നടത്തുന്ന യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ, അതും വാടകയ്ക്ക് 10,000 രൂപ വാടക അടച്ചിട്ട് അനുമതി വാങ്ങിയതിൽ ഭാരതമാതാവിൻ്റെ ഫോട്ടോ വയ്ക്കരുത് എന്ന് അതിൻ്റെ നിബന്ധനകളിലില്ല. എന്നിട്ട് അതും പറഞ്ഞ് ഏതോ SFIക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്ന് പറയുന്നത് SFIയിലെ പിള്ളേരുടെ കൂലിക്കാരനാണോ ഈ യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെന്നും നടത്തിപ്പുകാരെന്നും ഒക്കെ പറയുന്നവർ? അത് അങ്ങനെ കേൾക്കാൻ അദ്ദേഹത്തിന് സാമാന്യ വിവരവും ബോധവും ഉണ്ടാകേണ്ടതല്ലേ? ഭാരതമാതാവ് എന്നുള്ളത് എങ്ങനെയാണ് മതസങ്കല്പമായി മാറുക? അപ്പോൾ പരിപാടി വേണമെങ്കിൽ നടത്താൻ, അങ്ങനെയാണെങ്കിൽ പരിപാടി നിങ്ങൾ റദ്ദ് ചെയ്തു കൊള്ളുക എന്നായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത്. പരിപാടി റദ്ദ് ചെയ്യുക. ഭാരതമാതാവിൻ്റെ ഫോട്ടോ വയ്ക്കുന്ന ഒരു പരിപാടി നടത്താൻ യൂണിവേഴ്സിറ്റിക്ക് അനുവാദം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ക്യാൻസൽ ചെയ്തു എന്നാണ്, ടെക്നിക്കലി അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ചാൻസലറുടെ പെർമിഷനോടുകൂടി വീണ്ടും പരിപാടി നടത്തുകയുണ്ടായി. ഇവർ പറയുന്നത് ഭരണഘടനയാണ് മുഖ്യം എന്നാണല്ലോ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു നടക്കുന്നത്. ഭരണഘടനയിൽ ജനാധിപത്യ അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ മറ്റുള്ളവർക്ക് അവരുടേതായ രീതിയിൽ പരിപാടി നടത്താനുള്ള ജനാധിപത്യ അവകാശം തടയുന്നതാണോ ഇവർ പറയുന്ന ഭരണഘടനയുടെ സംരക്ഷണം, ഇവർ പറയുന്ന ജനാധിപത്യത്തിൻ്റെ സംരക്ഷണം, ഇവർ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം? എന്ത് നാണം കെട്ടതാ! അടിയന്തരാവസ്ഥയ്ക്ക് കോൺഗ്രസ്സുകാർ പറയുന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ജനാധിപത്യമില്ല, അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പത്രസ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. ആ അടിയന്തരാവസ്ഥ കേരളത്തിൽ വീണ്ടും അടിയന്തരാവസ്ഥ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കിയതിൻ്റെ അടയാളമായിട്ടാണോ SFIക്കാരും KSUക്കാരും മറ്റുള്ള അവർക്ക് യോജിപ്പില്ലാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയെ തടയാൻ കാരണം? അതിനൊരു നുണ പറയേണ്ടതുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ. മതബിംബം, ഏത് മതബിംബമാണ് അവിടെ വെച്ചത് എന്നുള്ളത് പറയാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ തയ്യാറില്ല. മതകാര്യത്തിന് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ്. മതകാര്യമല്ലല്ലോ ഭാരതമാതാവ് എന്നുള്ളതും അടിയന്തരാവസ്ഥ എന്നുള്ളതും മതകാര്യമല്ല. എന്നിട്ടും അതിൽ തൂങ്ങി നിന്ന് പോലീസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ പിന്തുണയോടുകൂടി പരിപാടി റദ്ദ് ചെയ്യാൻ കാണിച്ച ഉദ്യോഗസ്ഥന്റെ നട്ടല്ലില്ലായ്മ, അത് ഒരു പ്രധാന കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആരാണോ ഭരണഘടനയെ തകർത്തെറിഞ്ഞ അതേ കോൺഗ്രസ്സുകാർ ആ ഭരണഘടനയെ തിരിച്ചു കൊണ്ടുവരാൻ ഭാരതമാതാവിനെ ചങ്ങലക്കിട്ട കോൺഗ്രസ്സുകാരൻ്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഉള്ള പോരാട്ടം നടത്തുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന് ആ ഭരണഘടനയെ കൊന്ന കോൺഗ്രസ്സുകാരുടെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്നു. അത് അടിയന്തരാവസ്ഥയ്ക്ക് കോൺഗ്രസിന്റെ കൂടെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ 50 വർഷമായപ്പോഴും അവരുടെ മുൻപിൽ ജനാധിപത്യം എന്നുള്ളതുണ്ടായിരുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാരന് അവന്റെ കയ്യിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കോൺഗ്രസ്സുകാരുടെ കൈകളിലേക്കാണ് ഇനി അധികാരം പോകുന്നതെങ്കിൽ അവർക്ക് സമ്മതമല്ലാത്ത എന്തെങ്കിലും ഒരു പരിപാടി, ഒരു പ്രവർത്തനം, ഒരു ആശയം ഈ രാജ്യത്ത്
പ്രചരിപ്പിക്കാനോ പ്രവർത്തിക്കാനോ അനുവദിക്കുമോ അവർ? എന്നിട്ട് അവർ ഭരണഘടനയെക്കുറിച്ച് പറയുന്നു, അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാചാലരാവുന്ന ഈ പമ്പര വിഡ്ഢികൾ അവർ മനസ്സിലാക്കാൻ ഇനി ഏത് കാലം കൊണ്ട് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ പോലും ജനാധിപത്യം എന്ത് എന്നറിയാത്ത കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ പോലും രാജ്യദ്രോഹത്തിന്റെ പക്ഷത്ത് നിന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഏത് കാലത്തെങ്കിലും വെളിവുണ്ടാകും എന്ന് കണക്കാക്കാൻ കഴിയുമോ? അവർക്കത് കണക്കാക്കാൻ കഴിയുമോ? ഭാരതമാതാവിനെ അവർ ആദരിക്കേണ്ട. ഇനി കാവിക്കൊടി വെച്ച ഭാരതമാതാവാണോ? അവർ വേറെ ഭാരതമാതാവിന്റെ ഫോട്ടോ ഉണ്ടാക്കട്ടെ, അത് തരട്ടെ. ഈ പടം വെച്ചിട്ടാണെങ്കിലേ പറ്റുള്ളൂ, കാവിക്കൊടി പറ്റില്ല എന്നാണെങ്കിൽ അവർ വേറെ ഭാരതമാതാവിന്റെ ചിത്രം ഉണ്ടാക്കട്ടെ, കോൺഗ്രസ്സുകാരൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരൻ വേറെ ചിത്രം ഉണ്ടാക്കട്ടെ. RSSകാർക്ക് ഈ ഇന്ന മാതിരി ഭാരതമാതാ ചിത്രം വരച്ചാലേ സമ്മതമാകുമെന്ന് നിർബന്ധമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ വരച്ചു തരുന്ന ഭാരതമാതാവിന്റെ ചിത്രം അംഗീകരിക്കാൻ RSSന് സമ്മതമാണ്. കോൺഗ്രസ്സുകാരൻ വരച്ചു തരുന്ന ഭാരതമാതാവിന്റെ ചിത്രം അംഗീകരിക്കാൻ RSSന് സമ്മതമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആവിഷ്കരിക്കും ഭാരതമാതാവിനെ. അതല്ല, ഭാരതമാതാവിനെ തന്നെ ചങ്ങലക്കിട്ടവർ വീണ്ടും ഭാരതത്തിനെ ചങ്ങലക്കിടാനാണ് മുതിരുന്നതെങ്കിൽ അത് അനുവദിച്ചു തരാനും മാത്രമുള്ള നാണം കെട്ട അല്ല നട്ടലില്ലായ്മയൊന്നും ഉള്ള കൂട്ടരല്ല ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗവർണറും അതുപോലത്തെ ആത്മാഭിമാനമുള്ള ഒരാളാണ്. ജനാധിപത്യം എന്താ എന്നറിയുന്ന ആ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ അനുമതി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തതും പരിപാടിക്ക് വേണ്ടി അനുമതി നൽകിയതും. അതല്ലാതെ ഗവർണർ RSS ആയതുകൊണ്ടല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം അഥവാ ജനാധിപത്യം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മാത്രം അനുവദിച്ചിട്ടുള്ള പ്രത്യേക അവകാശമല്ല. ഈ നാട്ടിലെ 141 കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ജനാധിപത്യം എന്നുള്ളത്. അവർക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത്. അവർക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ് ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടനയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശവും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഈ പുസ്തകം ഇറക്കിയതും അതിന്റെ പ്രകാശന പരിപാടി വെച്ചതും. അതിനെ തടയാൻ മറ്റൊരു കൂട്ടരുടെ പരിപാടി സഹിക്കാൻ കഴിയാത്തവനാണോ ഈ നാട്ടിൽ ജനാധിപത്യം വിളമ്പൂ എന്ന് പറയുന്നത്? മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പരിപാടി നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോഗുവ വിളിക്കുന്നവനാണോ ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ പോകുന്നത്, ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ പോകുന്നത്? നാണമുണ്ടോ പറയാൻ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും? ഇവർ രണ്ടുപേരും കൂടെയാണ് അടിയന്തരാവസ്ഥയിൽ ഒന്നിച്ച് കിടന്നതും ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയതും, ആയിരക്കണക്കിന് ആൾക്കാരെ വെടിവെച്ചു കൊന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൽത്തുറുങ്കിൽ അടച്ചത്. അങ്ങനെ ഈ നാടിനെ മുഴുവൻ ജയിലറയാക്കി മാറ്റി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കൂട്ടുചേർന്ന അതേ കൂട്ടർ ഇന്ന് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് ജനാധിപത്യവും ഭരണഘടനയും വീണ്ടും അതിനെ വധിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല മക്കളെ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പട്ടാളവും പോലീസും മുഴുവൻ വിചാരിച്ചിട്ട് ഇത്രയും പോലും ശക്തമല്ലാതിരുന്ന 50 വർഷം മുന്നേ RSSന് ഇത് വലിച്ചെറിയാനുള്ള തന്റെ ഇടവും ശക്തിയും അന്നുണ്ടായിരുന്നെങ്കിൽ 50 കൊല്ലവും കൂടി മുന്നോട്ട് പോയി വെള്ളം ഒത്തിരി ഒഴുകിപ്പോയി എന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ പൊടി പീറ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം ചരിത്രം എന്താണെന്നും അടിയന്തരാവസ്ഥ എങ്ങനെയാ മാറിയതെന്നും ആരാ മാറ്റിയതെന്നും പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത്തരം നാണം കെട്ട പരിപാടികൾ അവർക്ക് ചെയ്യേണ്ടി വരും. ആമ്പിള്ളേർ നടത്തുന്ന പരിപാടി സ്ഥലത്ത് പോയിട്ട് 4 കോൺഗ്രസ്സുകാർ പയ്യന്മാർ വന്നിരുന്നു, അവർ ദക്ഷിണ വാങ്ങിയിട്ടാ പോയതെന്ന് തോന്നുന്നു, ഏതായാലും അറിയില്ല. അങ്ങനെയുള്ള നാണം കെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ചെറുപ്പക്കാർ പിള്ളേര് മെനക്കെടും. അത് അവർക്ക് അപമാനമാകും, അവർക്ക് നാണക്കേടാവും, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പ്രാഥമിക പാഠം നിങ്ങളുടെ കൂടെയുള്ള ഈ മീശ കുരുക്കാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യത്തെ തടയാൻ മെനക്കെടരുത്, പോകരുത് എന്ന് കാരണവന്മാരായ കോൺഗ്രസ്സുകാരും കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു കൊടുക്കുക. കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമല്ലോ 50 കൊല്ലം മുൻപ് എന്താ നടന്നതെന്ന് അറിയാമല്ലോ. അത് കണ്ടിട്ടും
നിങ്ങൾക്ക് ലജ്ജയില്ലേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനത്തിനും അവരവരുടെ അഭിപ്രായം പ്രചരിപ്പിക്കാനും പരിപാടി നടത്താനും സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു. അതിനെതിരെയാണ് ഈ പോരാട്ടം നടത്തിയത്. അതിൽ വലിയ പങ്കൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാരും കുറെ പേര് ജയിലിൽ കിടന്നവരും അടികൊണ്ടവരും ഒക്കെ ആണല്ലോ. സമരമൊന്നും നടത്തിയില്ലെങ്കിലും അടി വാങ്ങിയല്ലോ കുറെയൊക്കെ, ജയിലിലും കുറെ പേര് കിടന്നല്ലോ. ആ കാര്യം മനസ്സിലാക്കിയിട്ടെങ്കിലും ജനാധിപത്യത്തിന്റെ പ്രാഥമിക പാഠം കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കോൺഗ്രസ്സുകാർക്ക് അവരുടെ പൂർവികന്മാർ ചെയ്ത ഈ മഹാപാപം ഇനിയെങ്കിലും ഉണ്ടാകാതെ ഇരിക്കാൻ അല്പം വെളിവും വിവരവും എങ്കിലും കുട്ടികളെ നിങ്ങൾ കാണിക്കണമെന്ന് ഈ KSU പിള്ളേരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും കോൺഗ്രസിലെ കാരണവന്മാരും പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. മേലിൽ ഇമാതിരി നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങരുത് എന്ന് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.